ഹായ് ഹലോ. ഞങ്ങളെ ഗുരുവായൂരാണ് കേട്ടോ. വിഷ്ണുവിന് ചോറ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ആൺകുട്ടിയാണെങ്കിൽ ഗുരുവായൂരിന്ന് ചോറ് കൊടുക്കണമെന്ന് കുട്ടികളുടെ ഒരു നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ 6-ാം മാസം തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പെട്ടെന്ന് ചോറൂണ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് അവന് ബാക്കി ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു തുടങ്ങാമല്ലോ. രാവിലെ ഒരു 4 മണിയാകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 6:30 എത്തി. അതുകൊണ്ട് റൂമൊന്നും എടുത്തില്ല, നേരിട്ട് തൊഴാൻ കയറി. ചോറൂണിനാണ് ആദ്യം പോയത് കേട്ടോ. ഇപ്പം ഫോൺ ഇവിടെ അലൗഡ് അല്ലല്ലോ, അപ്പോൾ നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണല്ലോ പോവുക. അപ്പോൾ അതിൻ്റെ മുന്നേയും ഫോൺ എടുത്തതിന് ശേഷമുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും കളക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ പരസ്പര വിരുദ്ധമായി തോന്നിയേക്കും, സ്വാഭാവികം. നേരത്തെ തന്നെ ചോറ് കൊടുക്കാൻ കയറിയതുകൊണ്ട് തൊഴലും എല്ലാം ആ ഒരു പാറ്റേണിൽ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ തന്നെ ചോറുണ്ണാനാട്ടോ ഫസ്റ്റ് വരിക്കുന്നത്, തൊഴലൊക്കെ കഴിഞ്ഞേരെ. അതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കട്ട് ചെയ്തു നേരിട്ട് ലഞ്ചാണ് കഴിച്ചത്. ഒരു 11 മണി 11:30 ആകുമ്പോഴത്തേനും അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ആനക്കോട്ട കാണാൻ വന്നു. ഗുരുവായൂർ വരെ വന്നിട്ട് ആനക്കോട്ട കാണാതെ എങ്ങനെയല്ലേ തിരിച്ചു പോവാം, പ്രത്യേകിച്ച് മക്കളെയൊക്കെ കൊണ്ടുവരുമ്പം. ഇപ്പോഴത്തെ ആനക്കോട്ട എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു കൊട്ടാരമായിരുന്നു കേട്ടോ. പുന്നത്തൂർ കോട്ട എന്ന് പറയും. തദ്ദേശീയ ഭരണാധികാരികളുടെ കൊട്ടാരമായിരുന്നു. അപ്പോൾ ഗുരുവായൂരിലെ ആനകളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രൂപീകൃതമായത് ഒരു 1980 കൂടിയാണ്. 100ഓളം ആനകൾ ഉണ്ടായിരുന്ന ഈ ആനത്താവളം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആനസങ്കേതം കൂടിയാണ് കേട്ടോ. 12 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഈ ആനക്കോട്ട നമ്മുടെ വടക്കം വീരഗാഥ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. സാധാരണ ഗുരുവായൂരിലെ ഈ കണ്ണന് നേർച്ചയായിട്ട് നമ്മൾ ആനേനെയൊക്കെ നടയിരുത്താന്ന് കേട്ടിട്ടില്ലേ, അങ്ങനെ കിട്ടുന്ന ആനകളൊക്കെ ഇവിടെയാണ് കേട്ടോ ഉള്ളത്. നമ്മളെ സുരേഷ് ഗോപി ഇല്ലേ, സുരേഷ് ഗോപി പിന്നെ ജയലളിത അവരൊക്കെ നടയിരുത്തിയിട്ടുള്ള ആനകൾ ഉണ്ടായിരുന്നു ഇവിടെ. പാറുത അവളുടെ സീറ്റിൽ നല്ല കംഫർട്ടായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. വീൽ ചെയർ കിട്ടിയതുകൊണ്ട് കുറേ ഉപകാരം, അവൾക്ക് ഇരിക്കാനും എന്താ പറയുക കാഴ്ചകൾ കാണാനൊക്കെ ഒത്തിരി സൗകര്യമാണ്. നമ്മളിങ്ങനെ ആൾക്കാർ മാറി മാറി എടുക്കുമ്പോൾ അവർക്കും ഒരു അസ്വസ്ഥതയാണ്, മേലുവേദനയും ഒക്കെ ഉണ്ടാവുമല്ലോ. അവൾ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഈ കരയെ മാത്രമല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് വീൽ ചെയർ കിട്ടിയതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഈ ആനകളെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല കേട്ടോ. എനിക്ക് എല്ലാ ആനകളെ കണ്ടാലും ഒരേപോലെയാണ്. ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് കൂടെ ഉള്ളവരൊക്കെ ഈ ഓരോ ആനേനെ കാണുമ്പോൾ പറയുമായിരുന്നു ഇതാ ആന അത് ഈ ആന എന്ന്. എനിക്ക് അങ്ങനെ തിരിച്ചറിയാനുള്ള കഴിവൊന്നുമില്ല കേട്ടോ. എല്ലാ ആനകളും ഒരേപോലെയാണ്. നല്ല ഡാൻസൊക്കെ ആടി നിൽക്കുന്നുണ്ട് ആനകൾ. പാറുവിന് ഞങ്ങൾ ഗുരുവായൂർ ചോറുണ്ണാൻ വരി നിൽക്കുമ്പോഴേ ഒരു പഴമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾക്കൊക്കെ. അതുകൊണ്ട് അവിടുന്ന് അവൾക്ക് ചോറ് കൊടുത്തില്ല. അവിടുന്ന് കുറച്ച് ചോറ് ഞങ്ങൾ പൊതിഞ്ഞെടുത്തു. ഇവിടെ ആനക്കോട്ടയിൽ വന്നിരുന്ന് സമാധാനത്തിലാണ് പാറുവിന് ചോറ് കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ ചോറ് കൊടുത്ത് കഴിയുമ്പോഴത്തേനും ഇവർ ഒരുവിധം റൗണ്ടൊക്കെ അടിച്ച് വന്നു. പിന്നെ ഞാനും പാറും മാത്രം പകുതി വരെ പോയിട്ട് പോന്നതാണ്. ഇപ്പോൾ ആദ്യത്തെ അത്ര ആനകളൊന്നും ഇല്ല കേട്ടോ. ഒരു 10-40 ആനകളൊക്കെ ഇപ്പോൾ കാണാനുള്ളൂ. ആദ്യം ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് ആനകളുണ്ടായിരുന്നു. പിന്നെ ഇത് അമ്മയും അമ്മമ്മയാണ് കേട്ടോ, പാറുവിൻ്റെയും പൗമീൻ്റെയും ഒക്കെ. പാപ്പനും വന്നിട്ടുണ്ട്, അവരുടെ പാപ്പനും വന്നത്, അതായത് കുട്ടികളുടെ അനിയനും വന്നിട്ടുണ്ട്. അവനെ നിങ്ങൾ അധികം വീഡിയോസിലൊന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ, ആദ്യമായിട്ട് കിട്ടിയതാണ് കേട്ടോ അവനെ. ഇന്നലെ വരെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പം മഴ കിട്ടുമോ എന്നുള്ള സംശയത്തിലാണ് ഇറങ്ങിയത്. പക്ഷെ ഞങ്ങൾ തൊഴുത് വീട്ടിലെത്തുന്ന വരെ ഭാഗ്യത്തിന് മഴയൊന്നും കിട്ടിയില്ല. പക്ഷേ മഴ കാരണം ഇന്നലെയൊക്കെ പെയ്ത മഴ കാരണം നമ്മൾ ആ ഗൂഗിൾ അമ്മച്ചി പറഞ്ഞു തരുന്ന വഴികളിലൊക്കെ വെള്ളം നിറഞ്ഞു കിടന്ന് ഞങ്ങൾ കുറേ ചുറ്റിത്തിരിഞ്ഞിട്ടൊക്കെ പോകേണ്ടി വന്നു കേട്ടോ. പിന്നെ ബൈപ്പാസിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് കുറേ വഴിയൊക്കെ ഒരു കൺഫ്യൂഷനായി, പണ്ട് വന്ന റൂട്ടുകളൊന്നുമല്ല. വിഷ്ണുവിൻ്റെ കൂടെ പൗമിക്കും ചോറ് കൊടുത്തു കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. പൗമി ചോറൂണിൻ്റെയൊക്കെ സമയത്ത് ഞങ്ങൾ മൈസൂരായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനത്തെ സമ്പ്രദായങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ ചാമുണ്ടിയിൽ പോയിട്ട് അവിടുത്തെ പ്രസാദം എന്താ വലിയ ലഡു ആണല്ലോ, അത് വാങ്ങിയിട്ട് അവിടുന്ന് നടന്ന് ഞങ്ങളെ രണ്ടുപേരുടെയും സമാധാനത്തിന് പൗമിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അതാണ് ചോറൂണെന്ന് സങ്കല്പിച്ച് എന്നിട്ട് പിന്നെ അവൾക്ക് ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി കേട്ടോ. വണ്ടിയിലിങ്ങനെ അടങ്ങിയിരുന്നിട്ട് വിഷ്ണുവും പൗമിയൊക്കെ മുഷിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ ഊരി എറിയലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പൗമിക്കൊന്നും പിന്നെ ഇങ്ങനെ അടങ്ങിയിരുന്നുള്ളൊരു ശീലമില്ലല്ലോ. അപ്പം ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 6-6:30 തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഒരു ദിവസത്തെ ഫുള്ള് പരിപാടിയിൽ ഞങ്ങളെ ചോറൂണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കണ്ണനെയൊക്കെ നല്ല കണ്ടു തൃപ്തിയായിട്ടാണ് യാത്ര. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.